ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശൂർപ്പണഖാവിലാപം. രാവണ ഭഗിനിയും രോദനം ചെയ്തു പിന്നെ രാവണനോടു പറഞ്ഞിടുവാൻ നടകൊണ്ടാൾ. സാക്ഷാൽ അഞ്ജനശൈലം പോലെ ശൂർപ്പണഖയും രാക്ഷസരാജൻ മുമ്പിൽ വീണുടൻ മുറയിട്ടാൾ. മുലയും മൂക്കും കാതും കൂടാതെ ചോരയുമായി അലറും ഭഗിനിയോടവനു മുര ചെയ്താൻ. എന്തിതു വത്സേ ചൊല്ലിയിടെന്നോടു പരമാർത്ഥം. ബന്ധമുണ്ടായതെന്തു വൈരൂപ്യം വന്നിടുവാൻ. ശക്രനോ കൃതാന്തനോ പാശിയോ കുബേരനോ ദുഷ്കൃതം ചെയ്തവൻ തന്നെ ഞാൻ ഒടുക്കുവൻ. സത്യം ചൊല്ലെന്ന നേരം അവളു മുര ചെയ്താൾ. എത്രയും മൂഢൻ ഭവാൻ പ്രമത്തൻ പാനസക്തൻ സ്ത്രീജിതൻ അതിഷഠൻ എന്തറിഞ്ഞിരിക്കുന്നു. രാജാവെന്നെന്തുകൊണ്ടു ചൊല്ലുന്നു നിന്നെ വൃഥാ. ചാരചക്ഷുസും വിചാരവുമില്ലേതും നിത്യം നാരീ സേവയും ചെയ്തു കിടന്നീടെല്ലായ്പ്പോഴും. കേട്ടതില്ലയോ ഖരദൂഷണ ത്രിശിരാക്കൾ കൂട്ടമേ 14,000 മുടിഞ്ഞതും. പ്രഹരാർത്ഥേന രാമൻ വേഗേന ബാണഗണം പ്രഹരിച്ചൊടുക്കിനാൻ. എന്തൊരു കഷ്ടമോർത്താൽ എന്നതു കേട്ടു ചോദിച്ചിടിനാൻ ദശാനനൻ. എന്നോട് ചൊല്ലിയിടേവൻ രാമനാകുന്നതെന്നും എന്തൊരു മൂലം അവൻ കൊല്ലുവാനെന്നും. എന്നാൽ അന്തകൻ തനിക്കു നൽകിയിടുവൻ അവനെ ഞാൻ. സോദരി ചൊന്നാളതു കേട്ടു രാവണനോടു. യാതുധാനാധിപതേ കേട്ടാലും പരമാർത്ഥം. ഞാനൊരു ദിനം ജനസ്ഥാനദേശത്തിങ്കൽ നിന്നാനന്ദം പൂണ്ടു താനേ സഞ്ചരിച്ചിടും കാലം. കാനനത്തൂടെ ചെന്നു ഗൗതമീ തടം പുക്കേൻ. സാനന്ദം പഞ്ചവടി കണ്ടു ഞാൻ നിൽക്കും നേരം. ആശ്രമത്തിങ്കൽ തത്ര രാമനെ കണ്ടേൻ. ജഗദാശ്രയഭൂതൻ ജഡാവൽക്കലങ്ങളും പൂണ്ടു ചാപബാണങ്ങളോടും എത്രയും തേജസ്സോടും താപസവേഷത്തോടും ധർമ്മധാരങ്ങളോടും സോദരനായിടുന്ന ലക്ഷ്മണനോടും കൂടി സാദരമിരിക്കുമ്പോൾ അടുത്തു ചെന്നു ഞാനും. ശ്രീരാമോത്സംഗേ വാഴും ഭാമിനി തന്നെ കണ്ടാൽ നാരികളവണ്ണം മറ്റില്ലല്ലോ ലോകത്തിങ്കൽ. ദേവഗന്ധർവനാഗമാനുഷ നാരിമാരിലേവം കാൺമാനുമില്ല കേൾപ്പാനുമില്ല നൂനം. ഇന്ദിരാദേവി താനും ഗൗരിയും വാണിമാതാവും ഇന്ദ്രാണി താനും മറ്റുള്ള അപ്സര സ്ത്രീവർഗവും നാണം പൂണ്ടൊളിച്ചിടും അവളെ വഴി പോലെ കാണുമ്പോൾ. അനങ്കനും ദേവതയവളല്ലോ. തൽപതിയാകും പുരുഷൻ ജഗൽപതി എന്നു കൽപ്പിക്കാം. വികൽപ്പമില്ലൽപ്പവും അതിനിപ്പോൾ. ത്വൽപത്നിയാക്കിയിടുവാൻ തക്കവളിവളെന്നു കൽപ്പിച്ചു കൊണ്ടിങ്ങു പോന്നിടുവാനൊരുമ്പെട്ടേൻ. കുജനാസാകർണച്ഛേദനം ചെയ്താനപ്പോൾ ലക്ഷ്മണൻ കോപത്തോടെ രാഘവ നിയോഗത്താൽ. വൃത്താന്തം ഖരനോടു ചെന്നു ഞാൻ അറിയിച്ചേൻ.
യുദ്ധാർത്ഥം നക്തഞ്ചരാനീകിനിയോടുമവൻ രോഷവേഗേന ചെന്നു രാമനോടേറ്റ നേരം നാഴിക 3:45 കൊണ്ടവനൊടുക്കിനാൻ. ഭസ്മമാക്കിയിടും പിണങ്ങിയിടുകിൽ വിശ്വം ക്ഷണാൽ വിസ്മയം രാമനുടെ വിക്രമം വിചാരിച്ചാൽ. കന്നൽ നേർമിഴിയാളാം ജാനകീദേവി ഇപ്പോൾ നിന്നുടെ ഭാര്യയാകിൽ ജന്മസാഫല്യം വരും. ത്വൽസകാശത്തിങ്കലാക്കിയിടുവാൻ തക്കവണ്ണം ഉത്സാഹം ചെയ്തിടുകിലെത്രയും നന്നു ഭവാൻ. തൽസാമർത്ഥ്യങ്ങളെല്ലാം പത്മാക്ഷിയാകും അവൾ ഉത്സംഗേ വസിക്ക കൊണ്ടാകുന്നു ദേവാരാധേ. രാമനോടേറ്റാൽ നിൽപ്പാൻ നിനക്കു ശക്തി പോരാ, കാമവൈരിക്കും നേരെ നിൽക്കരുതെതിർക്കുമ്പോൾ. മോഹിപ്പിച്ചൊരു ജാതി മായയാ ബാലന്മാരെ മോഹനഗാത്രി തന്നെ കൊണ്ടുപോരികേയുള്ളൂ. സോദരീ വചനങ്ങളിങ്ങനെ കേട്ട ശേഷം സാദരവാക്യങ്ങളാൽ ആശ്വസിപ്പിച്ചു തൂർണം തന്നെ മണിയറ തന്നിലങ്ങകം പുക്കാൻ. വന്നതില്ലേതും നിദ്ര ചിന്തയുണ്ടാകമൂലം. എത്രയും ചിത്രമോർത്തോളമിതമൊരു മർത്യനാൽ 3:45 നാഴിക നേരം കൊണ്ടു ശക്തനാം നക്തഞ്ചരപ്രവരൻ ഖരൻ താനും യുദ്ധവൈദഗ്ധ്യമേറും സോദരരിരുവരും പത്തികൾ 14,000 മുടിഞ്ഞുപോൽ. വ്യക്തം മാനുഷനല്ല രാമനെന്നതു നൂനം, ഭക്തവത്സലനായ ഭഗവാൻ പത്മേക്ഷണൻ മുക്തിദാനൈകമൂർത്തി മുകുന്ദൻ മുക്തിപ്രിയൻ. ധാതാവു മുന്നം പ്രാർത്ഥിച്ചോരു കാരണമിന്നു ഭൂതലെ രഘുകുലേ മർത്യനായി പിറന്നിപ്പോൾ എന്നെ കൊല്ലുവാനൊരുമ്പെട്ടു വന്നാനെങ്കിലോ ചെന്നു വൈകുണ്ഠരാജ്യം പരിപാലിക്കാമല്ലോ. അല്ലെങ്കിലെന്നും വാഴാം രാക്ഷസരാജ്യം. എന്നാൽ അല്ലലില്ലൊന്നുകൊണ്ടും മനസ്സി നിരൂപിച്ചാൽ കല്യാണപ്രദനായ രാമനോടേൽക്കുന്നതിനെല്ലാ ജാതിയും മടിക്കേണ്ട. ഞാനൊന്നുകൊണ്ടും ഇത്തമാത്മനി ചിന്തിച്ചുരച്ചു രക്ഷോനാഥൻ തത്വജ്ഞാനത്തോടുകൂടി അത്യാനന്ദവും പൂണ്ടാൻ. സാക്ഷാൽ ശ്രീനാരായണൻ രാമൻ എന്നറിഞ്ഞത രാക്ഷസപ്രവരനും പൂർവവൃത്താന്തമോർത്താൻ. വിദ്വേഷബുദ്ധ്യ രാമൻ തന്നെ പ്രാപിക്കേയുള്ളൂ, ഭക്തി കൊണ്ടെന്നിൽ പ്രസാദിക്കയില്ല അഖിലേശൻ. രാവണ മാരീച സംഭാഷണം. ഇത്തരം നിരൂപിച്ചു രാത്രിയും കഴിഞ്ഞിതു. ചിത്രഭാനുവും ഉദയാദ്രി മൂർധനി വന്നു. തേരതിലേറിയിടിനാൻ ദേവസഞ്ജയ വൈരി. പാരാതെ പാരാവാര പാരമാം തീരം തത്ര മാരീചാശ്രമം പ്രാപിച്ചിടിനാൻ അതിദ്രുതം. ഘോരനാം ദശാനനൻ കാര്യഗൗരവത്തോടും മൗനവും പൂണ്ടു ജടാവൽക്കലാദിയും ധരിച്ചാനന്ദാത്മകനായ രാമനെ ധ്യാനിച്ചുള്ളിൽ രാമരാമേതി ജപിച്ചുറച്ചു സമാധി പൂണ്ട് ആമോദത്തോടു മരുവീടിന മാരീജനും. ലൗകികാത്മനാ ഗൃഹത്തിങ്കലാഗതനായ ലോകോപദ്രവകാരിയായ രാവണൻ തന്നെ കണ്ടു സംഭ്രമത്തോടും ഉത്ഥാനം ചെയ്തു. പൂണ്ടുകൊണ്ടു തന്മാറിലണച്ചാനന്ദാശ്രുക്കളോടും പൂജിച്ചു യഥാവിധി മാനിച്ചു ദശകണ്ഠൻ യോജിച്ചു ചിത്തമപ്പോൾ ചോദിച്ചു മാരീജനും. എന്തൊരാഗമനമിതേകനായി തന്നെയൊരു ചിന്തയുണ്ടെന്ന പോലെ തോന്നുന്നു ഭാവത്തിങ്കൽ. ചൊല്ലുക രഹസ്യമല്ലെങ്കിലോ ഞാനും തവ നല്ലതു വരുത്തുവാനുള്ളോരിൽ മുമ്പനല്ലോ. ന്യായമായി നിഷ്കൽമഷമായിരിക്കുന്ന കാര്യം മായമെന്നിയെ ചെയ്യുവാൻ മടിയില്ലെനിക്കേതും. മാരീചവാക്യമേവം കേട്ടു രാവണൻ ചൊന്നാൻ. ആരുമില്ലെനിക്കു നിന്നെ പോലെ മുട്ടും നേരം. സാകേതാധിപനായ രാജാവു ദശരഥൻ ലോകൈകാധിപനുടെ പുത്രന്മാരായുണ്ടുപോൽ രാമലക്ഷ്മണന്മാരെന്നിരുവരിതുകാലം. കോമളഗാത്രിയായോരംഗനാരത്നത്തോടും ദണ്ഡകാരണ്യേ വന്നു വാഴുന്നിതവർ. ബലാൽ എന്നുടെ ഭഗിനി തന്നാസികാകുജങ്ങളും കർണവും ഛേദിച്ചതു കേട്ടുടൻ ഖരാദികൾ ചെന്നിതു. 14,000 അവരെയും
നിന്നു താനേകനായിട്ടെതിർത്തുരണത്തിങ്കൽ കൊന്നിതു 3.25 നാഴിക കൊണ്ടു രാമൻ. തൽപ്രാണേശ്വരിയായ ജാനകി തന്നെ ഞാനും ഇപ്പോഴേ കൊണ്ടിങ്ങു പോന്നിടുവേനതിന്നു നീ ഹേമവർണം പൂണ്ടൊരു മാനായി ചെന്നടവിയിൽ കാമിനിയായ സീത തന്നെ മോഹിപ്പിക്കേണം. രാമലക്ഷ്മണന്മാരെ അകറ്റി ദൂരത്താക്കൂ, വാമഗാത്രിയെ അപ്പോൾ കൊണ്ടു ഞാൻ പോന്നിടുവൻ. നീ മമ സഹായമായിരിക്കിൽ മനോരഥം മാമകം സാധിച്ചിടുമില്ല സംശയമേതും. പങ്ക്തി കന്ധരവാക്യം കേട്ടു മാരീചനുള്ളിൽ ചിന്തിച്ചു ഭയത്തോടും ഈ വണ്ണമുര ചെയ്താൻ. ആരുപദേശിച്ചിതു മൂലനാശനമായ കാര്യം നിന്നോട്? അവൻ നിന്നുടെ ശത്രുവല്ലോ. നിന്നുടെ നാശം വരുത്തിയിടുവാൻ അവസരം തന്നെ പാർത്തിരിപ്പോരു ശത്രുവാകുന്നതവൻ. നല്ലതു നിനക്കു ഞാൻ ചൊല്ലുവൻ കേൾക്കുന്നാകിൽ, നല്ലതല്ലേതും നിനക്കീ തൊഴിലറിക നീ. രാമചന്ദ്രനിലുള്ള ഭീതി കൊണ്ടകതാരിൽ മാമകെ രാജരത്നരമണീരഥാദികൾ കേൾക്കുമ്പോൾ അതിഭീതനായുള്ളു ഞാനോ നിത്യം. രാക്ഷസവംശം പരിപാലിച്ചു കൊള്ളുക നീയും. ശ്രീനാരായണൻ പരമാത്മാവു തന്നെ രാമൻ. ഞാനതിൻ പരമാർത്ഥമറിഞ്ഞേൻ കേൾക്ക നീയും. നാരദാദികൾ മുനിശ്രേഷ്ഠന്മാർ പറഞ്ഞു പണ്ടോരോരോ വൃത്താന്തങ്ങൾ കേട്ടേൻ പൗലസ്ത്യ പ്രഭോ. പത്മസംഭവൻ മുന്നം പ്രാർത്ഥിച്ച കാലം നാഥൻ പത്മലോചനനരുൾ ചെയ്തിതു വാത്സല്യത്താൽ. എന്തു ഞാൻ വേണ്ടുന്നതു ചൊല്ലുകെന്നതു കേട്ടു ചിന്തിച്ചു വിധാതാവും അർത്ഥിച്ചു. ദയാനിധേ നിൻ തിരുവടി തന്നെ മാനുഷവേഷം പൂണ്ടു പങ്ക്തി കന്ധരൻ തന്നെ കൊല്ലണം മടിയാതെ. അങ്ങനെ തന്നെ എന്നു സമയം ചെയ്തു നാഥൻ മംഗളം വരുത്തുവാൻ ദേവതാപസർക്കെല്ലാം. മാനുഷനല്ല രാമൻ, സാക്ഷാൽ ശ്രീനാരായണൻ താനെന്നു ധരിച്ചു സേവിച്ചു കൊള്ളുക ഭക്ത്യാ. പോയാലും പുരം പുക്കു സുഖിച്ചു വസിക്ക നീ, മായാമാനുഷൻ തന്നെ സേവിച്ചു കൊള്ളുക നിത്യം. എത്രയും പരമകാരുണികൻ ജഗന്നാഥൻ, ഭക്തവത്സലൻ ഭജനീയനീശ്വരൻ നാഥൻ. മാരീചൻ പറഞ്ഞതു കേട്ടു രാവണൻ ചൊന്നാൻ, നേരത്രേ പറഞ്ഞതു നിർമ്മലനല്ലോ ഭവാൻ. ശ്രീനാരായണ സ്വാമി പരമൻ പരമാത്മാതാൻ അരവിന്ദോത്ഭവൻ തന്നോടു സത്യം ചെയ്തു മർത്യനായി പിറന്നെന്നെ കൊല്ലുവാൻ ഭാവിച്ചതു സത്യസങ്കൽപ്പനായ ഭഗവാൻ താനെങ്കിലോ പിന്നെ യവണ്ണമല്ലെന്നാക്കുവാൻ ആളാരടോ. നിന്നു നിന്നജ്ഞാനം ഞാൻ ഇങ്ങനെയോർത്തിയിലൊട്ടും ഒന്നുകൊണ്ടും ഞാൻ അടങ്ങിയിടുകയില്ല നൂനം. ചെന്നു മൈഥിലി തന്നെ കൊണ്ടുപോരിക വേണം. ഉത്തിഷ്ട മഹാഭാഗ പൊന്മാനായി ചമഞ്ഞു ചെന്നെത്രയും അകറ്റുക രാമലക്ഷ്മണന്മാരെ. അന്നേരം തേരിലേറ്റിക്കൊണ്ടിങ്ങു പോന്നിടുവൻ. പിന്നെ നീ യഥാസുഖം വാഴുക മുന്നേ പോലെ. ഒന്നിനെ മറുത്തു നീയുര ചെയ്യുന്നതാകിൽ എന്നുടെ വാൾക്കൂണാക്കിയിടുന്നതുണ്ടെന്നു നിന്നെ എന്നതു കേട്ടു വിചാരിച്ചിതു മാരീചനും. നന്നല്ല ദുഷ്ടായുധമേറ്റു നിര്യാണം വന്നാൽ ചെന്നുടൻ നരകത്തിൽ വീണുടൻ കിടക്കണം. പുണ്യസഞ്ചയം കൊണ്ട് മുക്തനായി വരുമല്ലോ. രാമസായകമേറ്റു മരിച്ചാലെന്നു ചിന്തിച്ചാമോദം പൂണ്ടു പുറപ്പെട്ടാലുമെന്നു ചൊന്നാൻ. രാക്ഷസരാജ ഭവാൻ ആജ്ഞാപിച്ചാലുമെങ്കിൽ സാക്ഷാൽ ശ്രീരാമൻ പരിപാലിച്ചു കൊള്ളുക പോറ്റി എന്നുര ചെയ്തു. വിചിത്രാകൃതി കലർന്നൊരു പൊന്നിറമായുള്ളൊരു മൃഗവേഷവും പൂണ്ടാൻ. പങ്ക്തി കന്ധരൻ തേരിലാം മാറു കരേറിനാൻ. ചെന്താർ ബാണനും തേരിലേറിനാൻ. അതു നേരം ചെന്താർ മാനിനിയായ ജാനകി തന്നെയുള്ളിൽ ചിന്തിച്ചു ദശാസ്യനും അന്ധനായി ചമഞ്ഞിതു. മാരീചൻ മനോഹരമായോരു പൊന്മാനായി ചാരുപുള്ളികൾ വെള്ളി കൊണ്ടു നേത്രങ്ങൾ രണ്ടും നീലക്കൽ കൊണ്ടു ചേർത്തു മുക്തഭാവത്തോടോരോരോ ലീലകൾ കാട്ടിക്കാട്ടി കാട്ടിലുൾപ്പുക്കും. പിന്നെ വേഗേന പുറപ്പെട്ടു തുള്ളിച്ചാടിയും അനുരാഗഭാവേന ദൂരെ പോയി നിന്നു കടാക്ഷിച്ചും രാഘവാശ്രമസ്ഥലോപാന്തേ സഞ്ചരിക്കുമ്പോൾ
രാഗേന്ദുമുഖി സീത കണ്ടു വിസ്മയം പൂണ്ടാൾ. രാവണ വിജേഷ്ടിതമറിഞ്ഞു രഘുനാഥൻ ദേവിയോടരുൾ ചെയ്താനേകാന്തേ, കാന്തേ കേൾ നീ. രക്ഷോനായകൻ നിന്നെ കൊണ്ടുപോവതിനിപ്പോൾ ഭിക്ഷുരൂപേണ വരുമന്തികേ ജനകജേ. നീയൊരു കാര്യം വേണം അതിനു മടിയാതെ, മായാ സീതയെ പർണശാലയിൽ നിർത്തിയിടണം. വഹിനി മണ്ഡലത്തിങ്കൽ മറഞ്ഞു വസിക്ക നീ ധന്യേ, രാവണവധം കഴിഞ്ഞുകൂടുവോളം. ആശ്രയാശങ്കലോരാണ്ടിരുന്നീടണം, ജഗദാശ്രയഭൂതേ സീതേ ധർമ്മരക്ഷാർത്ഥം പ്രിയേ. രാമചന്ദ്രോക്തി കേട്ടു ജാനകീ ദേവി താനും കോമളഗാത്രിയായ മായാ സീതയെ തത്ര പർണശാലയിലാക്കി വഹിനി മണ്ഡലത്തിങ്കൽ ചെന്നിരുന്നിതു മഹാവിഷ്ണുമായയുമപ്പോൾ. മാരീച നിഗ്രഹം. മായാനിർമ്മിതമായ കനകമൃഗം കണ്ടു മായാ സീതയും രാമചന്ദ്രനോടുര ചെയ്താൾ. ഭർത്താവെ കണ്ടീലയോ കനകമയ മൃഗമെത്രയും ചിത്രം ചിത്രം, രത്നഭൂഷിതമിതം പേടിയില്ലിതിനേതും എത്രയും അടുത്തു വന്നിടുന്നു. മരുക്കമുണ്ടെത്രയുമെന്നു തോന്നും, കളിപ്പാൻ അതിസുഖമുണ്ടിതു നമുക്കിന്നു വിളിച്ചിടുക വരുമെന്നു തോന്നുന്നു. ന്യൂനം പിടിച്ചുകൊണ്ടിങ്ങു പോന്നിടുക വൈകിടാതെ, മടിച്ചിടരുതേതും ഭർത്താവേ ജഗൽപദേ. മൈഥിലീ വാക്യം കേട്ടു രാഘവനരുൾ ചെയ്തു, സോദരൻ തന്നോടു നീ കാത്തുകൊള്ളുക വേണം സീതയെ, അവൾക്കൊരു ഭയവുമുണ്ടാകാതെ. യാതുദാനന്മാരുണ്ടു കാനനം തന്നിലെങ്ങും എന്നരുൾ ചെയ്തു. ധനുർബാണങ്ങളെടുത്തുടൻ ചെന്നിതു മൃഗത്തെ കൈക്കൊള്ളുവാൻ ജഗന്നാഥൻ. അടുത്തു ചെല്ലും നേരം വേഗത്തിൽ ഓടിക്കളഞ്ഞടുത്തുകൂടാ എന്നു തോന്നുമ്പോൾ മന്ദം മന്ദം അടുത്തു വരും, അപ്പോൾ പിടിപ്പാൻ ഭാവിച്ചിടും. പടുത്വമോട് ദൂരെ കുതിച്ചു ചാടും അപ്പോൾ. ഇങ്ങനെ തന്നെയൊട്ടു ദൂരത്തായൊരു നേരം എങ്ങനെ പിടിക്കുന്നു വേഗമുണ്ടതിനേറ്റം എന്നുറച്ചാശ വിട്ടു രാഘവനൊരു ശരം നന്നായി തൊടുത്തുടൻ വലിച്ചു വിട്ടിടിനാൻ. പൊന്മാനും അതുകൊണ്ടു ഭൂമിയിൽ വീണ നേരം വന്മല പോലെ ഒരു രാക്ഷസവേഷം പൂണ്ടാൻ. മാരീചൻ തന്നെ ഇതു ലക്ഷ്മണൻ പറഞ്ഞതു നേരെത്രയെന്നു രഘുനാഥനും നിരൂപിച്ചു. ബാണമേറ്റവനിയിൽ വീണപ്പോൾ മാരീചനും പ്രാണവേദനയോട് കരഞ്ഞാനയ്യോ പാപം. ഹാഹാ ലക്ഷ്മണ മമ ഭ്രാതാവേ സഹോദര, ഹാഹാ മേ വിധിഫലം പാഹി മാം ദയാനിധേ. ആതുരനാദം കേട്ടു ലക്ഷ്മണനോട് ചൊന്നാൾ സീതയും, സൗമിത്രേ നീ ചെല്ലുക വൈകിടാതെ. അഗ്രജനുടെ വിലാപങ്ങൾ കേട്ടീലേ ഭവാൻ. ഉഗ്രന്മാരായ നിശാചരന്മാർ കൊല്ലും മുമ്പേ രക്ഷിച്ചു കൊള്ളുക ചെന്നു ലക്ഷ്മണ മടിയാതെ. രക്ഷോവീരന്മാരിപ്പോൾ കൊല്ലുമല്ലെങ്കിൽ അയ്യോ. ലക്ഷ്മണൻ അതു കേട്ടു ജാനകിയോട് ചൊന്നാൻ, ദുഃഖിയായി കാര്യേ ദേവി കേൾക്കണം മമ വാക്യം. മാരീചൻ തന്നെ പൊന്മാനായി വന്നതവൻ, നല്ല ചോരൻ എത്രയുമേവം കരഞ്ഞതവൻ തന്നെ. അന്ധനായി ഞാനും ഇത് കേട്ടു പോയകലുമ്പോൾ നിന്തിരുവഴിയെയും കൊണ്ടുപോയിടാമല്ലോ. പങ്ക്തി കന്ധരൻ തനിക്കതിനുള്ളുപായമിതെന്തറിയാതെ അരുൾ ചെയ്യുന്നിതത്രയല്ല. ലോകവാസികൾക്കാർക്കും ജയിച്ചുകൂടായല്ലോ രാഘവൻ തിരുവടി തന്നെ എന്നറിയണം. ആർത്തനാദവും മമ ജ്യേഷ്ഠനുണ്ടാകയില്ല, രാത്രിചാരികളുടെ മായ ഇതറിഞ്ഞാലും. വിശ്വനായകൻ കോപിച്ചിടുകില രക്ഷണാൽ, വിശ്വസംഹാരം ചെയ്യുവാൻ പോരുമെന്നറിഞ്ഞാലും. അങ്ങനെയുള്ള രാമൻ തൻ മുഖാംബുജത്തിൽ നിന്നെങ്ങനെ ധൈര്യനാദം ഭവിച്ചിടുന്നു നാഥേ. ജാനകി അതു കേട്ടു കണ്ണുനീർ തൂകി തൂകി മാനസേ വളർന്നൊരു ഖേദകോപങ്ങളോടും ലക്ഷ്മണൻ തന്നെ നോക്കി ചൊല്ലിനാളതു നേരം. രക്ഷോജാതിയിലത്രേ നീയുമുണ്ടായി നൂനം, ഭ്രാതൃനാശത്തിനത്രേ കാംക്ഷയാകുന്നു തവ ചേതസി ദുഷ്ടാത്മാവേ, ഞാനിതോർത്തീലയല്ലോ. രാമനാശാകാംക്ഷിതനാകിയ ഭരതന്റെ കാമസിദ്ധ്യർത്ഥം അവൻ തന്നുടെ നിയോഗത്താൽ
കൂടെ പോന്നിതു നീയും. രാമനു നാശം വന്നാൽ ഗൂഢമായി എന്നെയും കൊണ്ടങ്ങു ചെല്ലുവാൻ നൂനം. എന്നുമേ നിനക്കെന്നെ കിട്ടുകയില്ല താനും. ഇന്നു മൽപ്രാണത്യാഗം ചെയ്വേൻ ഞാൻ അറിഞ്ഞാലും. ചേതസി ഭാര്യാഹരണോദ്യതനായ നിന്നെ സോദരബുദ്ധ്യാ ധരിച്ചീല രാഘവനേതും. രാമനെയൊഴിഞ്ഞു ഞാൻ മറ്റൊരു പുരുഷനെ രാമപാദങ്ങളാണെ തീണ്ടുകയില്ലയല്ലോ. ഇത്തരം വാക്കുകേട്ടു സൗമിത്രി ചെവി രണ്ടും സത്വരം പൊത്തി പുനരവളോടുര ചെയ്താൻ. നിനക്കു നാശമടുത്തിരിക്കുന്നിതു പാരമെനിക്കു നിരൂപിച്ചാൽ തടുത്തുകൂടാതാനും. ഇത്തരം ചൊല്ലിയിടുവാൻ തോന്നിയതെന്തേ ചണ്ഡി? ദിക്തിഗത്യന്തം ക്രൂരചിത്തം നാരികൾക്കെല്ലാം. വനദേവതമാരെ പരിപാലിച്ചുകൊള്ളിൻ, മനുവംശാധീശ്വര പത്നിയെ വഴി പോലെ. ദേവിയെ ദേവകളെ ഭാരമേൽപ്പിച്ചു മന്ദം പൂർവജൻ തന്നെ കാൺമാൻ നടന്നു സൗമിത്രിയും. രാവണാഗമനവും സീതാപഹരണവും. അന്തരം കണ്ടു ദശകന്ധരൻ മദന ബാണാന്ധനായി അവതരിച്ചിടിനാൻ അവനിയിൽ. ജടയും വൽക്കലവും ധരിച്ചു സന്യാസിയായി ഉടജാങ്കണേ വന്നു നിന്നിതു ദശാസ്യനും. ഭിക്ഷുവേഷത്തെ പൂണ്ട രക്ഷോനാഥനെ കണ്ടു തൽക്ഷണം മായ സീതാദേവിയും വിനീതയായി നത്വാ സംപൂജ ഭക്ത്യാ ഫലമൂലാദികളും ദത്വാ സ്വാഗതവാക്യമുക്ത്വാ പിന്നെയും ചൊന്നാൾ. അത്രൈവ ഫലമൂലാദികളും പൂജിച്ചുകൊണ്ടിത്തിരി നേരമിരുന്നീടുക തപോനിധേ. ഭർത്താവ് വരുമിപ്പോൾ തൊൽപ്രിയമെല്ലാം ചെയ്യും, ക്ഷുദ്രുടാദിയും തീർത്തു വിശ്രമിച്ചാലും ഭവാൻ. ഇത്തരം മായാദേവി മുഗ്ധാലാപങ്ങൾ കേട്ടു സത്വരം ഭിക്ഷുരൂപി സസ്മിതം ചോദ്യം ചെയ്താൻ. കമലവിലോചനെ കമനീയാങ്കി നീയാരമലേ, ചൊല്ലിയിടു നിൻ കമിതാവാരെന്നതും. നിഷ്ഠുരജാതികളാം രാക്ഷസരാദിയായ ദുഷ്ടജന്തുക്കളുള്ള കാനനഭൂമി തന്നിൽ നീയൊരു നാരീമണി താനെ വാഴുന്നതെന്ത്? ഒരായുധപാണികളുമില്ലല്ലോ സഹായമായി. നിന്നുടെ പരമാർത്ഥമൊക്കവേ പറഞ്ഞാൽ ഞാൻ എന്നുടെ പരമാർത്ഥം പറയുന്നുണ്ടു താനും. മേദിനി സുതയതു കേട്ടുര ചെയ്തിടിനാൾ. മേദിനീപതി വരനാമയോധ്യാധിപതി വാട്ടമില്ലാതെ ദശരഥനാം നൃപാധിപ. ജ്യേഷ്ഠനന്ദനായ രാമൻ അത്ഭുത വീര്യൻ, തന്നെ ധർമ്മപത്നി ജനകാത്മജ ഞാനോ. ധന്യനാമനുജനും ലക്ഷ്മണനെന്നു നാമം. ഞങ്ങൾ മൂവരും പിതുരാജ്ഞയാ തപസ്സിനായിങ്ങു വന്നിരിക്കുന്നു ദണ്ഡകവനം തന്നിൽ. 14 കഴിവോളവും വേണം താനും, അതിനു പാർത്തിരുന്നിടുന്നു സത്യമെന്നറിഞ്ഞാലും. നിന്തിരുവടിയെ ഞാൻ അറിഞ്ഞിലേതും പുനരെന്തിനായി എഴുന്നള്ളി ചൊല്ലണം പരമാർത്ഥം. എങ്കിലോ കേട്ടാലും നീ മംഗലശീലേ ബാലേ പങ്കജവിലോചനെ പഞ്ചബാണാധിവാസേ. പൗലസ്ത്യതനയനാം രാക്ഷസരാജാവു ഞാൻ, ത്രൈലോക്യത്തിങ്കൽ എന്നെ ആരറിയാതെയുള്ളൂ. നിർമ്മലെ കാമപരിതപ്തനായി ചമഞ്ഞു ഞാൻ നിൻമൂലം, അതിനു നീ പോരണം മയാ സാഗം. ലങ്കയാം രാജ്യം വാനോർ നാട്ടിലും മനോഹരം, കിങ്കരനായേൻ തവ ലോകസുന്ദരീനാഥേ. താപസവേഷം പൂണ്ട രാമനാൽ എന്തു ഫലം? താപം ഉൾക്കൊണ്ടു കാട്ടിലിങ്ങനെ നടക്കേണ്ട. ശരണാഗതനായോരെന്നെ നീ ഭജിച്ചാലും, അരുണാധരി മഹാഭോഗങ്ങൾ ഭുജിച്ചാലും. രാവണവാക്യമേവം കേട്ടതി ഭയത്തോടും ഭാവവൈവർണ്യം പൂണ്ടു ജാനകി ചൊന്നാൾ മന്ദം. കേവലമടുത്തിതു മരണം നിനക്കിപ്പോളേവം, നീ ചൊല്ലും നാകിൽ ശ്രീരാമദേവൻ തന്നാൽ സോദരനോടും കൂടി വേഗത്തിൽ വരുമിപ്പോൾ. മേദിനീപതി മമ ഭർത്താ ശ്രീരാമചന്ദ്രൻ. തൊട്ടുകൂടുമോ ഹരിപത്നിയെ ശശത്തിനു? കഷ്ടമായുള്ള വാക്കു ചൊല്ലാതെ മൂഢാത്മാവേ. രാമബാണങ്ങൾ കൊണ്ടു മാറിടം പിളർന്നു നീ ഭൂമിയിൽ വീഴ്വാനുള്ള കാരണമിതു നൂനം. ഇങ്ങനെ സീതാവാക്യം കേട്ടു രാവണനേറ്റം തിങ്ങിയിടും ക്രോധം പൂണ്ടു മൂർച്ഛിതനായ അന്നേരം. തന്നുടെ രൂപം നേരെ കാട്ടിനാൻ മഹാഗിരി സന്നിഭം ദശാനനം 20 മഹാഭുജം.
അഞ്ജന ശൈലാകാരം കാണായ നേരമുള്ളിൽ അഞ്ജസാ ഭയപ്പെട്ടു വനദേവതമാരും രാഘവ പത്നിയെയും തേരതിലെടുത്തു വെച്ചാകാശമാർഗെ ശീഘ്രം പോയിതു ദശാസ്യനും. ഹാഹാ രാഘവ രാമ സൗമിത്രേ കാരുണ്യാബ്ദേ ഹാഹാ മൽപ്രാണേശ്വര പാഹി മാം ഭയാതുരാം. ജടായു സംഗമം. ഇത്തരം സീതാവിലാപം കേട്ടു പക്ഷീന്ദ്രനും സത്വരമുത്ഥാനം ചെയ്തെത്തിനാൻ ജടായുവും. തിഷ്ട തിഷ്ടാഗ്രേ മമ സ്വാമിതൻ പത്നിയെയും കട്ടുകൊണ്ടെവിടേക്ക് പോകുന്നു മൂഢാത്മാവേ. അദ്വരത്തിങ്കൽ ചെന്നു ശുനകൻ മന്ത്രം കൊണ്ടു ശുദ്ധമാം പുരോടാശം കൊണ്ടുപോകുന്ന പോലെ പദ്ധതി മധ്യേ പരമോദ്ധത ബുദ്ധിയോടും ഗൃധ്രരാജനും ഒരു പത്രവാനായുള്ളൊരു ക്രുധ്രരാജനെ പോലെ ബദ്ധവൈരത്തോടതിക്രുദ്ധനായ അഗ്രേ ചെന്നു യുദ്ധവും തുടങ്ങിനാൻ. അബ്ധിയും പത്രാനിൽ അക്ഷുബ്ധമായി ചമയും നിതദ്രികളിളകുന്നു വിദ്രുതമതു നേരം. കാൽനഖങ്ങളെ കൊണ്ടു ചാപങ്ങൾ പൊടിപെടുത്താനനങ്ങളും കീറിമുറിഞ്ഞു വശം കെട്ടു തീക്ഷ്ണ തുണ്ടാഗ്രം കൊണ്ടു തേർത്തടം തകർത്തിതു കാൽക്ഷണം കൊണ്ടു കൊന്നു വീഴ്ത്തിനാൻ അശ്വങ്ങളെ. രൂക്ഷത പെരുകിയ പക്ഷവാദങ്ങളേറ്റു രാക്ഷസപ്രവരനും ചഞ്ചലമുണ്ടായി വന്നു. യാത്രയും മുടങ്ങി മൽകീർത്തിയും ഒടുങ്ങിയതെന്നാർത്തി പൂണ്ടുഴന്നൊരു രാത്രിചാരീന്ദ്രൻ അപ്പോൾ ധാത്രീ പുത്രിയെ തത്ര ധാത്രിയിൽ നിർത്തി പുനരോർത്തു തൻ ചന്ദ്രഹാസമിളക്കി ലഘുതരം പക്ഷിനായകനുടെ പക്ഷങ്ങൾ ഛേദിച്ചപ്പോൾ ഇക്ഷിതി തന്നിൽ വീണാനക്ഷമനായിട്ടവൻ. രക്ഷോ നായകൻ പിന്നെ ലക്ഷ്മി ദേവിയെയും കൊണ്ടക്ഷത ചിത്തത്തോടും ദക്ഷിണ ദിക്കു നോക്കി മറ്റൊരു തേരിലേറി തെറ്റെന്നു നടകൊണ്ടാൻ. മറ്റാരും പാലിപ്പാനിലുറ്റവരായിട്ടെന്നോർത്തിറ്റിറ്റു വീണിടുന്ന കണ്ണുനീരോടുമപ്പോൾ കറ്റവാർ കുഴലിയാം ജാനകി ദേവി താനും ഭർത്താവു തന്നെ കണ്ടു വൃത്താന്തം പറഞ്ഞൊഴിഞ്ഞുത്തമനായ നിന്റെ ജീവനും പോകായെന്നു പൃഥ്വീപുത്രിയും വരം പത്രിരാജനു നൽകി പൃഥ്വീ മണ്ഡലമകന്നാശു മേൽപോട്ടു പോയാൾ. അയ്യോ രാഘവ ജഗന്നായകാദയാനിധേ നീ എന്നെ ഉപേക്ഷിച്ചതെന്തു ഭർത്താവേ നാഥ. രക്ഷോ നായകൻ എന്നെ കൊണ്ടിതാ പോയിടുന്നു. രക്ഷിതാവായിട്ടാരുമില്ലെനിക്കയ്യോ പാപം. ലക്ഷ്മണ നിന്നോടു ഞാൻ പരുഷം ചൊന്നേനല്ലോ. രക്ഷിച്ചു കൊള്ളേണമേ ദേവരാധയാനിധേ. രാമ രാമാത്മരാമ ലോകാഭിരാമ രാമ. ഭൂമിദേവിയും എന്നെ വെടിഞ്ഞാളിതുകാലം പ്രാണവല്ലഭ പരിത്രാഹി മാം ജഗൽപദേ. കൗണപാധിപൻ എന്നെ കൊന്നു ഭക്ഷിക്കും മുൻപേ സത്വരം വന്നു പരിപാലിച്ചു കൊള്ളേണമേ. സത്വതേജസാമഹ സത്വവാരിധേ നാഥ. ഇത്തരം വിലാപിക്കും നേരത്തു ശീഘ്രം രാമഭദ്രനിങ്ങെത്തുമെന്ന ശങ്കയാ നക്തഞ്ചരൻ ചിത്തവേഗേന നടന്നിടിനാനതു നേരം. പൃഥ്വീപുത്രിയും കീഴ്പോട്ടാശു നോക്കും നേരം അദ്രിനാഥാഗ്രേ കണ്ടു പഞ്ചവാനരന്മാരെ വിദ്രുതം വിഭൂഷണ സഞ്ജയമഴിച്ചു തന്നുത്തരയ്യാർത്ഥ ഖണ്ഡം കൊണ്ടു ബന്ധിച്ചു രാമഭദ്രനു കാൺമാൻ. യോഗം വരികെന്നകതാരിൽ സ്മൃത്വാ കീഴ്പോട്ടു നിക്ഷേപിച്ചിതു സീതാദേവി. മത്തനാം നക്തഞ്ചരൻ അറിഞ്ഞില്ലതുമപ്പോൾ. അബ്ധിയുമുത്തീര്യ തൻ പത്തനം ഗത്വാ തൂർണം ശുദ്ധാന്തമധ്യേ മഹാശോകകാനനദേശേ ശുദ്ധഭൂതലേ മഹാശിംശപാതരുമൂലേ ഹൃദ്യമാരായ നിജരക്ഷോ നാരികളെയും നിത്യവും പരിപാലിച്ചു കൊൾകെന്നുറപ്പിച്ചു തൻ്റെ വസ്ത്യമുൾപ്പൊക്കു വസിച്ചിടിനാൻ ദശാനനൻ. ഉത്തമോത്തമയായ ജാനകീദേവി പാതിവൃത്യമാശ്രിത്യ വസിച്ചിടിനാളതു കാലം. വസ്ത്രകേശാദികളും എത്രയും മലിനമായി വക്ത്രവും കുമ്പിട്ടു സന്തപ്തമാം ചിത്തത്തോടും രാമരാമേതി ജപധ്യാന നിഷ്ഠയാ ബഹുയാമിനീ ചരകുലനാരികളുടെ മധ്യേ നീഹാരശീതാതപവാദ പീഡയും സഹിച്ചാഹാരാദികളേതും കൂടാതെ ദിവാരാത്രം ലങ്കയിൽ വസിച്ചിതാതങ്കം ഉൾക്കൊണ്ടു
മായാ സങ്കടം മനുഷ്യ ജന്മത്തിങ്കലാർക്കില്ലാത്തു. സീതാന്വേഷണം. രാമനും മായാമൃഗവേഷത്തെ കൈക്കൊണ്ടൊരു കാമരൂപിണം മാരീചാസുരമെയ്തു കൊന്നു. വേഗേന നടകൊണ്ടാൻ ആശ്രമം നോക്കി പുനരാഗമക്കാതലായ രാഘവൻ തിരുവടി. 4-5 ശരപ്പാടു നടന്നോരനന്തരം ബാലകൻ വരവീശ ദൂരവേ കാണായി വന്നു. ലക്ഷ്മണൻ വരുന്നതു കണ്ടു രാഘവൻ താനും ഉൾക്കാമ്പിൽ നിരൂപിച്ചു കൽപ്പിച്ചു കരണീയം. ലക്ഷ്മണനേതുമറിഞ്ഞീലല്ലോ പരമാർത്ഥമിക്കാലം ഇവനെയും വഞ്ചിക്കുന്നതേവരു. രക്ഷോ നായകൻ കൊണ്ടുപോയതുമായ സീത ലക്ഷ്മീ ദേവിയെയുണ്ടു മറ്റാർക്കും ലഭിക്കുന്നു. അഗ്നിമണ്ഡലത്തിങ്കൽ വാഴുന്ന സീത തന്നെ ലക്ഷ്മണൻ അറിഞ്ഞാൽ ഇക്കാര്യവും വന്നുകൂടാ. ദുഃഖിച്ചുകൊള്ളു ഞാനും പ്രാകൃതനെന്ന പോലെ മൈക്കണ്ണി തന്നെ തിരഞ്ഞാശു പോയി ചെല്ലാമല്ലോ. രക്ഷോ നായകനുടെ രാജ്യത്തിലെന്നാൽ പിന്നെ തൽക്കുലത്തോടും കൂടെ രാവണൻ തന്നെ കൊന്നാൽ. അഗ്നിമണ്ഡലേ വാഴും സീതയെ സത്യവ്യാജാൽ കൈക്കൊണ്ടുപോകാം അയോധ്യയ്ക്കു വൈകാതെ. പിന്നെ അക്ഷയധർമ്മമോടു രാജ്യത്തെ വഴി പോലെ രക്ഷിച്ചു കിഞ്ചിൽ കാലം ഭൂമിയിൽ വസിച്ചിടാം. പുഷ്കരോത്ഭവനിത്തം പ്രാർത്ഥിക്ക നിമിത്തമായ അർക്കവംശത്തിങ്കൽ ഞാൻ മർത്യനായി പിറന്നതും മായാമാനുഷനാകും എന്നുടെ ചരിതവും മായാവൈഭവങ്ങളും കേൾക്കയും ചൊല്ലുകയും ഭക്തിമാർഗേണ ചെയ്യും മർത്യനപ്രയാസേന മുക്തിയും സിദ്ധിച്ചിടുമില്ല സംശയമേതും. ആകയാൽ ഇവനെയും വഞ്ചിച്ചു ദുഃഖിപ്പു ഞാൻ പ്രാകൃത പുരുഷനെ പോലെ എന്ന കതാരിൽ നിർണയിച്ച അവരജൻ തന്നോടരുൾ ചെയ്തിടിനാൻ. പർണശാലയിൽ സീതയ്ക്കാരൊരു തുണയുള്ളൂ. എന്തിനിങ്ങോട്ട് പോന്നു ജാനകി തന്നെ ബലാൽ എന്തിനു വെടിഞ്ഞു നീ? രാക്ഷസരവളെയും കൊണ്ടുപോകയോ കൊന്നു ഭക്ഷിച്ചു കളകയോ? കണ്ടകജാതികൾക്കെന്തൊന്നരുതാത്തതോർത്താൽ. അഗ്രജവാക്യമേവം കേട്ടു ലക്ഷ്മണൻ താനും അഗ്രേ നിന്നുടനുടൻ തൊഴുതു വിവശനായി ഗദ്ഗദാക്ഷരമുര ചെയ്തിതു ദേവിയുടെ ദുർഗ്രഹവചനങ്ങൾ ബാഷ്പവും തൂകി തൂകി. ഹാഹാ ലക്ഷ്മണ പരിത്രാഹി സൗമിത്രേ ശീഘ്രം. ഹാഹാ രാക്ഷസൻ എന്നെ നിഗ്രഹിച്ചിടുമിപ്പോൾ. ഇത്തരം നക്തഞ്ചരൻ തൻ വിലാപങ്ങൾ കേട്ടു മുഗ്ധഗാത്രിയും തവ നാദമെന്നുറയ്ക്കയാൽ അത്യർത്ഥം പരിതാപം കൈക്കൊണ്ടു വിലാപിച്ചു സത്വരം ചെന്നു രക്ഷിക്കെന്നോടരുൾ ചെയ്താൾ. ഇത്തരം നാദം മമ ഭ്രാതാവിനുണ്ടായി വരാ ചിത്തമോഹവും വേണ്ട സത്യമെന്നറിഞ്ഞാലും. രാക്ഷസനുടെ മായാഭാഷിതമിതു നൂനം കാൽക്ഷണം പൊറുക്കെന്നു ഞാൻ പലവുരു ചൊന്നേൻ എന്നതു കേട്ടു ദേവി പിന്നെയും ഉര ചെയ്താൾ എന്നോട് പലതരം. ഇന്നിവയെല്ലാം ഇപ്പോൾ നിൻ തിരുമുമ്പിൽ നിന്നു ചൊല്ലുവാൻ പണിയെന്നാൽ. സന്താപത്തോടു ഞാനും കർണങ്ങൾ പൊത്തിക്കൊണ്ടു ചിന്തിച്ചു ദേവകളെ പ്രാർത്ഥിച്ചു രക്ഷാർത്ഥമായി നിൻ തിരുമലരടി വന്ദിപ്പാൻ വിടകൊണ്ടേൻ. എങ്കിലും പിഴച്ചിതു പോന്നതു സൗമിത്രേ നീ ശങ്കയുണ്ടായിടാമോ ദുർവചനങ്ങൾ കേട്ടാൽ. യോഷമാരുടെ വാക്കു സത്യമെന്നോർക്കുന്നവൻ ഭോഷൻ എത്രയുമെന്നു നീ അറിയുന്നതില്ലേ? രാക്ഷസാം പരീക്ഷകൾ കൊണ്ടുപോയി കളകയോ ഭക്ഷിച്ചു കളകയോ ചെയ്തെന്നറിഞ്ഞീല. ഇങ്ങനെ നിനച്ചുടജാന്തർഭാഗത്തിങ്കൽ ചെന്നെങ്ങുമേ നോക്കി കാണാഞ്ഞാകുലപ്പെട്ടു രാമൻ. ദുഃഖഭാവവും കൈക്കൊണ്ടെത്രയും വിലാപിച്ചാൻ. നിഷ്കളനാത്മാരാമൻ നിർഗുണനാത്മാനന്ദൻ. ഹാഹാ വല്ലഭേ സീതേ ഹാഹാ മൈഥിലീനാഥേ ഹാഹാ ജാനകീ ദേവി ഹാഹാ മൽപ്രാണേശ്വരി. എന്നെ മോഹിപ്പിപ്പതിനായി മറഞ്ഞിരിക്കയോ? ധന്യേ നീ വെളിച്ചത്തു വന്നിടുമടിയാതെ. ഇത്തരം പറകയും കാനനം തോറും നടന്നത്തൽ പൂണ്ടന്വേഷിച്ചും കാണാഞ്ഞു വിവശനായി. വനദേവതമാരെ നിങ്ങളുമുണ്ടോ കണ്ടു വനചേക്ഷണയായ സീതയെ സത്യം ചൊൽവിൻ. മൃഗസഞ്ചയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു മൃഗലോചനയായ ജനകപുത്രി തന്നെ. പക്ഷി സഞ്ചയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു പക്ഷ്മളാക്ഷിയെ മമ ചൊല്ലുവിൻ പരമാർത്ഥം.
വൃക്ഷവൃന്ദമേ പറഞ്ഞിടുവിൻ പരമാർത്ഥം. പുഷ്കരാക്ഷിയ നിങ്ങളെങ്ങാനുമുണ്ടോ കണ്ടു? ഇത്തമോരോന്നേ പറഞ്ഞെത്രയും ദുഃഖം പൂണ്ടു. സത്വരം നീളെ തിരഞ്ഞെങ്ങുമേ കണ്ടീലല്ലോ. സർവദൃക് സർവേശ്വരൻ സർവജ്ഞൻ സർവാത്മാവാം സർവകാരണനേകൻ അചലൻ പരിപൂർണൻ. നിർമ്മലൻ നിരാകാരൻ നിരഹങ്കാരൻ നിത്യൻ ചിന്മയൻ അഖണ്ഡനാനന്ദാത്മകൻ ജഗന്മയൻ. മായയാ മനുഷ്യഭാവേന ദുഃഖിച്ചിടിനാൻ കാര്യമാനുഷൻ മൂഢാത്മാക്കളെ ഒപ്പിപ്പാനായി. തത്വജ്ഞന്മാർക്കു സുഖദുഃഖഭേദങ്ങളൊന്നും ചിത്തേ തോന്നുകയില്ല ജ്ഞാനമില്ലായ്കയാൽ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം സ്വസ്തി പ്രജാഭ്യാ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം തത്സദിതി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി